അപ്പോൾ എന്തായാലും നമ്മൾ വാഷ്റൂമിലൊക്കെ പോയൊന്ന് ഫ്രഷ് ആയതുകൊണ്ട് ഒരു പിസ്സയും ഒരു ഓൾ മീറ്റ് പിസ്സയും പിന്നെ ഒരു ഇച്ചിരി കാപ്പിയും മേടിച്ചേ. നമുക്ക് നേരെ വണ്ടി എടുത്ത് അർജുമായുടെ കൂടെ പോയേക്കാം. എങ്ങനെയുണ്ട്? ഹലോ. ഓ, പറഞ്ഞപ്പോളാ ടെമ്പറേച്ചർ എത്രയുണ്ട് ബ്രോ? 23 ഡിഗ്രി ഉള്ളല്ലേ? പക്ഷെ വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 ഡിഗ്രി പറയല്ലേ? ഈ പോകുന്നവരെല്ലാം വീക്കെൻഡ് ആഘോഷിക്കാൻ ലാസ് വേഗാസ് ലക്ഷ്യമാക്കി പോകുന്ന ആൾക്കാരാണ്. അറിയാൻ പാടില്ല ഇന്ന് ലാസ് വേഗാസിൽ ഈ നാളെ ശനിയാഴ്ചയാണല്ലോ, നാളെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്ന് ലാസ് വേഗാസ് ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്തെങ്കിലും ഇവൻസ് വല്ലതും നടക്കുന്നുണ്ടോ. അർജുൻ ബൈക്ക് വല്ലതും അറിയാമോ? അല്ല മേജർ ഇവൻസ് വല്ലതും വേഗാസ് നടക്കുന്നതായിട്ട് അറിയില്ല. നമ്മൾ ഇങ്ങോട്ട് അതുവഴിയായിരുന്നു വന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ബോർഡ് എല്ലാം കാണായിരുന്നു. നമ്മള് മറ്റേ ഫോട്ടോ പിടിച്ചല്ലോ വന്ന്, വലിയൊരു ഐഡിയ വരെ എന്താ ചെന്ന് കഴിയുമ്പോൾ അറിയാം അല്ലേ? പോയേ അങ്ങനെ കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ അർജുൻ ഭായ് നമ്മളെ കാലിഫോർണിയ നെവാഡ ബോർഡറിലേക്ക് എത്തിച്ചേക്കുക. അങ്ങ് അകലെ കാണുന്ന ആ ഒരു ക്രോസ് ജംഗ്ഷൻ കണ്ടോ, അവിടെ മുതലാണ് കാലിഫോർണിയ അവസാനിച്ച് നെവാഡ സ്റ്റേറ്റ് തുടങ്ങുന്നത്. അതുകൊണ്ട് അങ്ങ് അകലെ കാണുന്ന ആ ഒരു മറ്റേ വലിയ സോളാറിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടോ, ഇത് 3-4 പോസ്റ്റുകളും അവിടുന്ന് ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഒക്കെ, അതെന്തോ കിഡിലൻ ഏരിയ കേട്ടോ. ഐവാൻപാ സോളാർ ജനറേറ്റിംഗ് സിസ്റ്റം എന്നോ അങ്ങനെ ഉണ്ടൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ തന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് അത് എക്സാക്ട്ലി സാധനം എന്നാന്ന് പറയാം. അതൊരു ഹ്യൂജ് ഏരിയയിലുള്ളതുകൊണ്ട് വമ്പൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വമ്പൻ സെറ്റപ്പാണ്. കാരണം ഇത്രയും ദൂരത്തു നിന്ന് നോക്കിയിട്ടും അത്രയുണ്ട് അതിൻ്റെ ഒരു സെറ്റപ്പ്. അത് കൂടാതെ ഈ കാണുന്നതാണ് കാലിഫോർണിയയുടെ സ്കെയിലും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ സെറ്റപ്പ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐവാൻപാ സോളാർ ഇലക്ട്രിക് ജനറേറ്റിംഗ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അതായത് വലിയ 386 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ പവർ പ്ലാന്റ് ആണ് ആ സെറ്റപ്പ്. സൂര്യൻ്റെ അതായത് സോളാർ എനർജി ഉപയോഗിച്ചിട്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഗൂഗിൾ മാപ്പിൽ നിന്നുള്ള കുറച്ച് പിക്ചേഴ്സ് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഏത് റേഞ്ചിലാണ് അവർ അത്രയും മറ്റേ ഹാർവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് സോളാർ എനർജി. ശരിക്കും നമ്മളിത് എല്ലാ പ്രാവശ്യവും പോകുമ്പോഴത്തേക്കും നേരിട്ട് ഇത് കാണുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ ഇത് എന്നതാണ് ഈ സെറ്റപ്പ് എന്നുള്ളൊരു സാധനം. കാരണം ഇത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയിൽ ഈ സോളാറിൻ്റെ പാനൽസ് എല്ലാം വെച്ചിട്ട് വലിയ മിറർ വെച്ചിട്ട് നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുന്നവരുടെ മുഖത്തേക്ക് ലൈറ്റ് അടിപ്പിക്കുന്ന പോലെയാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇന്നാണ് എന്ന ഒരു ബുദ്ധി തോന്നിയിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് തന്നെ സാധനം ഒന്ന് നോക്കിയേക്കാം, അപ്പം പ്രേക്ഷകരുമായിട്ടും കൂടെ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് തോന്നിയത്. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി സാധനം. കാരണം ഈ ഒരു ഷേപ്പിലും ഇത്രയും ലാർജ് ഏരിയയിൽ സോളാർ വഴി മറ്റേ സൺലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. അത് കൂടാതെ ഇത് കാലിഫോർണിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റും കൂടെയാണ്. എന്താ സെറ്റപ്പ് അല്ലേ അമേരിക്കട്ടാ. നമ്മൾ ഇതിനു മുമ്പും ചില വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കാലിഫോർണിയ എന്ന് വരുന്നവരെ സ്വീകരിക്കുന്ന നെവാഡയുടെ ബോർഡർ ടൗൺ ആണ് നമ്മളീ കാണുന്നത്. നല്ല വൈബ്രൻ്റായിട്ട് ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന ആ ഒരു ഡെസേർട്ട് ഫീലിങ്ങിനെ എല്ലാം നേരെ മാറ്റി നെവാഡയുടെ അല്ലെ ലാസ് വേഗാസിൻ്റെ ഒക്കെ ആ ഒരു 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 ലൈഫ് മൊത്തത്തിൽ കാണിച്ചുകൊണ്ടുള്ള ഒരു സെറ്റപ്പ്.
കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ആ ടൗണിൻ്റെ പരിസരം അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബോറടിപ്പിക്കുന്ന മഹാവേ ഡെസേർട്ടിൻ്റെ വെറും മരുഭൂമിയാണ് മുന്നിൽ കേട്ടോ. ഇനി ലാസ് വേഗാസ് എത്തുന്നോടം വരെ ഇനി ഏകദേശം 60 മൈലോളം, ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ലാസ് വേഗാസ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഇനി നമുക്ക് ലാസ് വേഗാസ് എത്തിയിട്ട് കാണാവേ. വണ്ടിപ്രാന്തന്മാർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണേ. നമ്മളിപ്പോൾ കണ്ട ആ ഫ്രെയിമില്ലേ, ആ ഫ്രെയിമിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ചുമല വണ്ടി, അത് മസ്താങ്ങിൻ്റെ ഡാർക്ക് ഹോഴ്സ് ആണ്. ഫോർഡ് മസ്താങ് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം നമ്മുടെ ഷെൽബി സെക്ഷനിൽ പെട്ട ഹൈ പെർഫോമൻസ് വണ്ടി അല്ലാതെ ആ ഷെൽബി സെക്ഷനിൽ പെടാത്ത ഹൈ പെർഫോമൻസ് വണ്ടികളിൽ പെടുന്നതാണ് മറ്റേ മസ്താങ്ങിൻ്റെ ഡാർക്ക് ഹോഴ്സ്. എന്തായാലും ലാസ് വേഗാസിലേക്കുള്ള ആ ഒരു റൂട്ടിൽ നമുക്ക് അവനെയും സ്പോട്ട് ചെയ്യാൻ പറ്റി. നല്ല കിടിലാണ് ഒരു ചുമല മസ്താങ് ഡാർക്ക് ഹോഴ്സ്. അപ്പോൾ നമ്മൾ വേണ്ട ലാസ് വേഗാസ് നഗരം അടുക്കുവാണേ. ലാസ് വേഗാസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വേണ്ട ഒരു ഫ്ലാഷിംഗ് ലൈറ്റ് ഉണ്ടോ, ഇവിടെ ഒരു വലിയ സ്കെയിലുണ്ട്. ഈ കാണുന്ന റൈറ്റിലേക്ക് തിരിയുന്ന ട്രക്കുകളെല്ലാം ആ സ്കെയിലിലേക്ക് കയറുക. പക്ഷെ നമുക്ക് ബൈപ്പാസ് കിട്ടിയെന്ന് തോന്നുന്നു. ബൈപ്പാസ് കിട്ടിയോ? ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഒരു ഷെഡ് പോലത്തെ, അവിടെ ട്രക്കുകളെല്ലാം നിർത്തി അവർ ഫുള്ള് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാം ലാസ് വേഗാസ് ടൗണിൽ കയറുന്നതിന് മുമ്പ് എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ അവിടെ വെച്ചാൽ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളെ ഈ ELD ഉണ്ടല്ലോ, ELD എന്ന് പറയുന്ന ഈ സെറ്റപ്പ്, അവിടെ ബൈപ്പാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കുവേ. നമുക്ക് ഓൾറെഡി ബൈപ്പാസ് കിട്ടിയായിരുന്നു. ലാസ് വേഗാസിൻ്റെ ഡീറ്റെയിൽ കാഴ്ചകൾ നമ്മൾ പല വ്ളോഗിൽ കൂടെയും പല പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ സിറ്റിയിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടങ്ങ് പോവാവേ. പറഞ്ഞ പോലെ ലാസ് വേഗാസിൽ എത്തിയപ്പോൾ ഈ കാര്യം ഓർമ്മ വന്നത്, നമ്മൾ സാൻഡപ്പിനുമായിട്ട് വീഡിയോ ചെയ്തായിരുന്നല്ലോ, ട്രാവലിസ്റ്റ. അതിൻ്റെ അകത്ത് ലാസ് വേഗാസ് എത്തുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ലാസ് വേഗാസിൽ ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലെയിൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ പ്ലെയിൻ എന്ന് പറയുന്നത് ശരിക്കും അന്നേരം നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. ഒരു പ്ലെയിൻ ഇറങ്ങുന്നത് ജസ്റ്റ് വിഷയിലെടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിട്ടുപോയി. പക്ഷെ പിന്നീട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമുക്കത് പറഞ്ഞു തന്നത്. ആ കാര്യം ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും ചേർക്കാവേ. അതായത് അന്ന് നമ്മൾ ലാസ് വേഗാസ് വെച്ച് സ്പോട്ട് ചെയ്ത ഫ്ലൈറ്റ് ജാനറ്റ് ജെറ്റ് എന്നറിയപ്പെടുന്ന ഫ്ലൈറ്റ് ആണെന്ന്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ജാനറ്റ് ജെറ്റിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെയാണ്. അതായത് ഏരിയ 51 ക്രൂവിനെയും ഏരിയ 51 പോകുന്ന അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിനെയും അല്ലെ അവിടത്തെ സയൻറ്റിസ്റ്റുകളെയും അല്ലെ മറ്റേ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരൊക്കെയാണോ അങ്ങോട്ട് പോകുന്നത്, അങ്ങനെ പോകുന്ന ആൾക്കാരെ എല്ലാം കൊണ്ടുപോകുന്ന അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ ചെയ്യുന്ന ഒരേ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. അത് ജാനറ്റ് ജെറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊരു ജസ്റ്റ് റെഡ് സ്ട്രൈപ്പ് മാത്രമാണ് അതിൽ കൂടെ ഉള്ളത്. അപ്പം ആ ജാനറ്റ് ജെറ്റാണ് നമ്മളത് ശരിക്കും സ്പോട്ട് ചെയ്തത് കേട്ടോ. കാരണം അത് ലാസ് വേഗാസിൽ നിന്നാണ് ഈ ഏരിയ 51 ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് സാൻഡപ്പനാണേലും അല്ലെങ്കിൽ നമ്മളാണേലും അതിൻ്റെ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഓർത്തില്ല. കാരണം മറ്റു പല കാര്യങ്ങൾ തലയിൽ കൂടെയും പിന്നെ വീഡിയോ എടുക്കുന്ന തിരക്കുമൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം സ്പോട്ട് ചെയ്ത ബ്രോയുടെ പേര് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം കുറേ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് അതിൻ്റെ അകത്ത് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്, ബ്രോയുടെ പ്രൊഫൈൽ നെയിമായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ജാനറ്റ് ജെറ്റ് ലാസ് വേഗാസിൽ നിന്ന് ഏരിയ 51 ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഭയങ്കര ഹൈലി സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് ഈ ജാനറ്റ് ജെറ്റ്. ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ടെർമിനലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ആ ഒരു ട്രാവൽ ചെയ്യുന്നവരുടെ എല്ലാം പ്രൈവസി കീപ്പ് ചെയ്യാനും ഒക്കെ. ഏരിയ 51 എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരും ഈ പറഞ്ഞ പോലെ യൂട്യൂബോ ഗൂഗിളോ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുമേ. എന്തായാലും അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. പിന്നെ ആ വീഡിയോ ഒന്നോടെ ഒന്ന് തിരിച്ചു പോയി ഇത് എന്നാണോ സെറ്റപ്പ് അല്ലെ ആ ഫ്ലൈറ്റ് ഒന്നോടെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് സാൻഡപ്പൻ്റെ ആ വീഡിയോക്കകത്ത് 3552 എന്ന് പറയുന്ന ആ ഒരു ടൈമിങ്ങിലാണ് ഈ ഒരു ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്യുന്നത് കേട്ടോ, ലാസ് വേഗാസിൽ വെച്ച് ജാനറ്റ് ജെറ്റ്.
ഷെൽബി അമേരിക്കന്റെ ഓഫീസ് കേട്ടോ. ഷെൽബി അമേരിക്കൻ ലാസ് വെഗാസ്. അപ്പോൾ ലാസ് വേഗാസിലെ ഇവിടുത്തെ മേജർ ഹോട്ടലുകൾക്കെല്ലാം ഇതുപോലെ ഇഷ്ടംപോലെ പാർക്കിംഗ് ആണ് അവരുടെ ബേസ്മെന്റിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് കേട്ടോ, പല നിലകളിലായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ വേണേലും ഏത് ഹോട്ടലിൻ്റെ വേണേലും ഇതെല്ലാം ഫ്രീ പാർക്കിംഗ് സ്പോട്ടുകളാണ്. അപ്പോൾ അവിടെ കൊണ്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്ന റൂട്ടിൽ കൂടെ നടക്കുകയാണ് വേണ്ടത്. അങ്ങനെ നടന്ന് ഈ ലാസ് വേഗാസ് ഫുള്ള് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പോട്ട് എല്ലാ ഹോട്ടലിൻ്റെ അടിയിലും ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ലാസ് വേഗാസിൽ നിന്നുള്ള കാഴ്ചകളല്ലാവേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഈ വിഷ്വൽസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്, ഇത് പല വീഡിയോകളിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ റൂട്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാവേ. അപ്പം സ്ഥിരം കാണുന്നവർക്ക് അതൊരു ബോറടി ആയിരിക്കുമല്ലോ തന്നെ പിന്നെ നമ്മളത് പറയുമ്പോഴേ. നിങ്ങൾ കാണുന്ന കുത്തനെയുള്ള ബിൽഡിംഗ് കണ്ടോ, ഇതാണ് സ്ട്രാറ്റ്. നമ്മൾ ആദ്യം കണ്ട മാന്തലവേ തൊട്ട് ഈ സ്ട്രാറ്റ് വരെയാണ് സ്ട്രിപ്പ് എന്ന റൂട്ടുള്ളത്. ഈ സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ഫുള്ള് കറങ്ങിയ ലാസ് വേഗാസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ അഡ്വഞ്ചർ സെക്ഷനുകളിൽ കൂടി നമുക്ക് കടന്നു പോകാം. അപ്പം ഈ ഒരു വാക്ക് മാന്തലവേ തൊട്ട് സ്ട്രാറ്റ് വരെയുള്ള നടപ്പാണ് ലാസ് വേഗാസിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അങ്ങനെ ലാസ് വേഗാസിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ലാസ് വേഗാസിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ സോൾട്ട് ലേക്ക് സിറ്റി ലക്ഷ്യമാക്കി കുതിച്ച് പായുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ സോൾട്ട് ലേക്ക് സിറ്റിയുടെ അങ്ങോട്ടുള്ള ആ ഒരു ഡയറക്ഷനിലേക്കുള്ള യാത്രയിൽ നെവാഡ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ വരാൻ പോകുന്നത് അരിസോണയുടെ ഒരു ഇച്ചിരി ചെറിയ പോർഷൻ ഉണ്ട്, അരിസോണ സ്ട്രിപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അരിസോണ സ്ട്രിപ്പും ക്രോസ് ചെയ്ത് യൂത്തയിലേക്ക് നമ്മൾ കയറുകയാണ്. യൂത്തേ കയറി കഴിഞ്ഞാൽ പിന്നെ സോൾട്ട് ലേക്ക് സിറ്റി, അവിടുന്ന് തന്നെ ഡീവിയേഷൻ. നെവാഡയിലെ ഒരു ചെറിയ ടൗൺഷിപ്പാണ് നമ്മൾ മുന്നിൽ കാണുന്നത് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് നോക്കിക്കോ, ഒരു വലിയ ഡെസേർട്ടിന്റെ നടുക്ക്. എന്നാൽ അവർ താമസിക്കുന്ന ഭാഗത്ത് ഒരു ഇച്ചിരി ഗ്രീനറിയും ഒരു ചെറിയ റിവർ പോലെ ഏതാണ്ട് സെറ്റപ്പൊക്കെ പോകുന്നുണ്ട് കേട്ടോ.
പക്ഷെ അപ്പുറത്തെ സൈഡ് ഈ മൗണ്ടൻസും ഇങ്ങേയറ്റത്ത് മൗണ്ടൻസാണ്, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വലിയ ഹൈവേ. മഞ്ഞൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ മൗണ്ടൻ്റെ മുകളിലെല്ലാം കാണാൻ കിടിലനായിരിക്കും. പൊതുവേ ടെറൈനിൽ വന്നേക്കുന്ന ആ ഒരു വ്യത്യാസം എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഇനിയിപ്പോൾ മുന്നോട്ട് എന്ത് കിടിലൻ വിഷ്വൽസും പ്രകൃതി ഭംഗിയൊക്കെ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം ചിന്തിച്ച് നമ്മുടെ കാലിഫോർണിയയിൽ ഇന്ന് രാവിലെ കണ്ട ആ ഒരു പ്രകൃതിയായിട്ട് എത്രമാത്രം ഡിഫറൻ്റ് ഇത്. അപ്പോൾ എന്തായാലും വൈകുന്നേരം വേണ്ട 7 മണി, നമ്മുടെ ഒൻറ്റാറിയോ സമയം 7 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ നെവാഡ എല്ലാം പിന്നിട്ട് അരിസോണ കയറി കഴിഞ്ഞു. ഞാനിങ്ങനെ ഉറങ്ങാതെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അരിസോണ സ്ട്രിപ്പ് എന്ന് പറയുന്ന പോർഷൻ. അപ്പോൾ ആ അരിസോണ സ്ട്രിപ്പും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് പോയി കിടക്കാന്നുള്ള രീതിയിലാണ് ഞാൻ എണീറ്റിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര എഫർട്ട് ഇട്ട് കൊണ്ടുവരുന്ന ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നമ്മുടെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അങ്ങനെ എന്തായാലും നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന അരിസോണ സ്ട്രിപ്പിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. ഇത്രയും വന്യമായിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗിയുള്ള വേറൊരു ടെറൈൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്നാ സെറ്റപ്പാ നോക്കി ഹൈവേ വെട്ടിയേക്കുന്നത്. ഒരു വലിയ കേക്ക് മുറിച്ച് വെട്ടിയേക്കണ പോലെയാ, അല്ല ഒരു വലിയ കേക്ക് മുറിച്ച് വെച്ചേക്കുന്ന പോലെയാ മൗണ്ടൻ്റെ ഇടയ്ക്കൂടെ റോഡ് പണിതേക്കുന്നത്. മോനെ എന്നാ വിഷ്വലാ നോക്കിക്കേ. കഴിഞ്ഞ ഫ്രെയിമിലെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വിഷ്വൽ അല്ലായിരുന്നോ? സൂപ്പർ വിഷ്വല്. കാരണം ഒരു സൈഡിൽ വലിയ മറ്റേ റെഡിഷ് മൗണ്ടൻസും അതിൻ്റെ ഇടയിൽ ഉള്ള ഒരു ചെറിയ സ്ട്രീമും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടികളൊക്കെ പോകുന്ന ഒരു കിടിലൻ ഹൈവേയും. നല്ല സൂപ്പർ ഫ്രെയിം അല്ലേ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ചിന്തിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇൻ്റർസ്റ്റേറ്റ് 15 എന്ന് പറയുന്ന ഹൈവേ കൂടെ കേട്ടോ. ഇൻ്റർസ്റ്റേറ്റ് 15 പോകുമ്പോൾ ഈ അരിസോണ സ്ട്രിപ്പൊക്കെ അടങ്ങുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ റൂട്ടിൽ അരിസോണ ഇച്ചിരി ഉള്ളൂ, ഏകദേശം ഒരു 30 കിലോമീറ്ററോളേ ഉള്ളൂ. 30 കിലോമീറ്റർ ആണോ മൈലാണോ സോറി. അപ്പം എന്തായാലും അരിസോണ സ്ട്രിപ്പിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട്
നമ്മളിനി നേരെ യൂത്തയിലേക്ക് പ്രവേശിക്കാൻ പോവാണേ. അങ്ങനെ അരിസോണയെയും എല്ലാം പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റൊരു മറ്റൊരു സ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിച്ച് ഈസ് യൂത്ത. അർജുൻ പവറല്ലേ? ഓണല്ലേ? അരിസോണയിൽ നിന്ന് യൂത്തയിലേക്ക് കയറുമ്പോണ്ടല്ലോ, സെന്റ് ജോർജ് എന്ന് പറയുന്ന ഒരു ടൗൺ ആണ് നമ്മളെല്ലാം സ്വീകരിക്കുന്നത്. സെന്റ് ജോർജ് ഒരു കിഡിലൻ ടൗൺ ആണ് കേട്ടോ. കിഡിലൻ ടൗൺ എന്ന് പറഞ്ഞാൽ കിഡിലൻ ടൗൺ. അതായത് നിങ്ങൾ കാണുന്ന ഈ ടെറൈൻസ് എല്ലാം ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് ATVയും അല്ലെ മറ്റേ അങ്ങനത്തെ ക്വാഡ് ബൈക്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇവിടുന്ന് റെന്റിനെടുത്ത് ഈ കാണാവുന്ന മൗണ്ടൻസിലേക്കെല്ലാം പോവാം. ഓഫ് റോഡിങ്ങിൻ്റെ പരിപാടികൾക്കൊക്കെ ഉള്ള ഇഷ്ടംപോലെ ട്രെയിൽസും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഒരു പരിധി വിട്ട് കണ്ടന്റ് കുത്തി നിറച്ച് നമ്മുടെ ഈ യാത്ര അല്ലെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. സമയം ഏകദേശം 7:30 കഴിഞ്ഞു നമ്മുടെ ഒണ്ടാറിയ സമയം. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കൂടെ 8 മണിയാവാറായോ? അത് 8:04 ഉണ്ട്. അപ്പം മറ്റൊരു വ്ളോഗിലൂടെ നമ്മുടെ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ